ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച യെരുശലേമിൽ ബർന്നബാസും പൗലോസും വന്ന് ജാതികളുടെ ഇടയിൽ എങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവർ എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന കാര്യം പറഞ്ഞു. അതിന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ആവശ്യമായിരുന്നില്ല. പരിച്ഛേദന ഏൽക്കാത്തവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി എന്നുമൊക്കെ പറഞ്ഞത് ജനസമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 12 മുതൽ ഞാൻ വായിക്കുന്നു. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെക്കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. സുവിശേഷ സന്ദേശത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നത് ദൈവത്തിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് 15-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ വാക്യം നമ്മെ സഹായിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുകയും യെരുശലേമിലെ സഭയിലെ അംഗങ്ങൾ ആയവരുമാണ്. ജാതികൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ജാതികൾ അനുസരിക്കുകയും കൂടി വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ പലപ്പോഴും നമ്മളും ഇത്തരം തെറ്റുകൾ ചെയ്യും. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാത്തവർ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവരാണെങ്കിലും എന്തോ കുറവുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ കുറിച്ച് കരുതുക. എന്നെപ്പോലെ പെരുമാറാത്തവരൊന്നും ശരിയായ വിശ്വാസികളല്ല എന്ന് വിധിക്കുക. ഇതൊക്കെ സുവിശേഷത്തോട് പലതും കൂട്ടിച്ചേർക്കുകയാണ്. പലരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങൾ അടിസ്ഥാന ഉപദേശമാണ് എന്ന് നിർബന്ധം പിടിക്കുന്നവരും ഇതുതന്നെയാണ് ചെയ്യുന്നത്. അവർ സുവിശേഷത്തോട് അവരുടെ വ്യക്തിപരമായ നിയമങ്ങൾ, അവരുടെ കൺവിക്ഷൻസ് അത് കൂട്ടിച്ചേർക്കുന്നു. യഹൂദന്മാരുടെ ആചാരങ്ങളും ജീവിത രീതിയും വസ്ത്രധാരണവും ഭക്ഷണരീതിയും ഒന്നും പാലിക്കാതെ തന്നെ ജാതികൾക്ക് സുവിശേഷം വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാവ് ലഭിക്കുവാനും ഇടയാകുന്നു എന്ന കാര്യം പത്രോസ് പറഞ്ഞപ്പോൾ ആളുകൾ മിണ്ടാതിരുന്നു. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 2 ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു വാഗ്വാദമാണ് നടന്നത്. ഇത് സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് 2 അഭിപ്രായം ഉണ്ടാവുക, ആ അഭിപ്രായങ്ങൾ പരസ്പരം ഉന്നയിക്കുക, അതിൽ നിന്ന് ഒരു തീരുമാനം എടുക്കുവാൻ ശ്രമിക്കുക. ഇതാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസവും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒന്ന് ഉപദേശ വിഷയങ്ങളിൽ, മറ്റൊന്ന് നമ്മൾ ആചരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ചില
ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊരു ഉപദേശ വിഷയമല്ല, അവർ ആചരിക്കുന്ന ചില കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോൾ രണ്ടു കൂട്ടരും സംസാരിക്കുമല്ലോ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എതിർപക്ഷത്തുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കണം. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാതെ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി അയാളുടെ സംസാരം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. അയാൾ പറയട്ടെ, അയാൾ പറയുന്നത് കേട്ടിട്ട് അതിന് നമുക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറയാം. ഇത്തരം സംവാദങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കണം. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കും, അതിനെക്കുറിച്ചെല്ലാം പറയാൻ തുടങ്ങിയാൽ ആ ചർച്ച അവസാനിക്കില്ല. എന്ത് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുമായി ബന്ധമുള്ളതും അതിനെ സഹായിക്കുന്നതോ എതിർക്കുന്നതോ ആയ കാര്യം മാത്രം പറയുക. വ്യക്തി അധിക്ഷേപം ഒഴിവാക്കണം. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, ആ കാര്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയുക. അല്ലാതെ അയാളെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയല്ല. ഇത് പ്രത്യേകം ഓർക്കണം. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ എതിർപക്ഷത്തു നിന്ന് സംസാരിക്കുന്നവരും ദൈവമക്കളാണെന്ന് ഓർക്കണം. അത് മറക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപദേശപരമായ കാര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചർച്ച ചെയ്യാൻ. ഇന്നയാൾ ഇത് ചെയ്തു, ഇന്നയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിന് നമുക്ക് തീർപ്പുണ്ടാക്കാൻ സാധിക്കില്ല. അവരൊക്കെ മനുഷ്യരാണ്. ആധികാരികമായ നമ്മുടെ ആധാരം ദൈവവചനമായ ബൈബിൾ മാത്രം ആയിരിക്കണം. അടിസ്ഥാന ഉപദേശങ്ങൾ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെയാണ്, യൂണിവേഴ്സലാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അപ്പോൾ ഏതൊരു കാര്യവും അടിസ്ഥാന ഉപദേശമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത് സാർവലൗകിക സഭയ്ക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ചിലർ ചെയ്യുന്ന കാര്യം അടിസ്ഥാന ഉപദേശമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആചാരങ്ങളിൽ മാറ്റമുണ്ടാകാം. അതിന് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ സാധാരണ പള്ളികളിലും സഭാ ഹാളുകളിലുമൊന്നും ചെരുപ്പിടാറില്ല. നമ്മൾ ചെരുപ്പ് പുറത്തൂരി വെച്ചിട്ടാണ് കയറുന്നത്. നമ്മുടെ നാട്ടിൽ ബഹുമാനം കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഉപദേശ വിഷയമൊന്നുമല്ല. ചിലരതിന് മോശയോട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റാൻ പറഞ്ഞു, അതുകൊണ്ട് സഭാ ഹാളിൽ കയറുമ്പോൾ ചെരുപ്പഴിച്ചു മാറ്റണം എന്ന നിയമം വയ്ക്കുന്നവരുണ്ട്. അത് ശരിയല്ല. അതൊരു ഉപദേശമല്ല, അതൊരു സംഭവമായിരുന്നു. ഇതേ കാര്യം തന്നെ യൂറോപ്പിലും അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലും ഉള്ള ആളുകൾ, അവർക്ക് ഇത് പാലിക്കാൻ പറ്റില്ല. കാരണം അവർ ഷൂ ഇടാതെ എവിടെയെങ്കിലും പോയാൽ അവർ തണുത്ത് മരച്ച് രോഗികളായിത്തീരും. അവർക്ക് തണുപ്പ് സഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഷൂസ് ഇട്ടേ തീരൂ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഷൂ ഇട്ടുകൊണ്ട് സഭാ ഹാളിനുള്ളിൽ കയറാം, വേറൊരു സ്ഥലത്ത് ഷൂ ഊരി പുറത്ത് വയ്ക്കണം. ഇത് രണ്ടിലും ഏതാണ് ശരി? ഇത് രണ്ടിലും ശരിയും തെറ്റുമൊന്നുമില്ല. അവരുടെ കാലാവസ്ഥ അനുസരിച്ച് അവർ ഒരു തീരുമാനമെടുക്കുന്നു, അത്രമാത്രം. അതൊരു അടിസ്ഥാന ഉപദേശമല്ല, അത് ആചാരത്തിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ അമിതമായി വാശി പിടിക്കുകയും ആളുകളെ പള്ളി പറയുകയും അവരെ അകാരണമായി കുറ്റമാരോപിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ആത്മീക വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഉപദേശ വിഷയങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല താനും. ഇക്കാലത്ത് പലരും ഇത്തരം ആചാരങ്ങളൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതാര് പറഞ്ഞാലും അത് തെറ്റാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി 13-ാം വാക്യം മുതൽ യാക്കോബ് എന്ന ആൾ യെരുശലേം സഭയിൽ സംസാരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.